Hi dears, how are you? I think all of you fine. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് 4 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. അതായത് സാംക്രമിക രോഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെയാണ് ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ചിൽഡ്രൻ ഗെറ്റ് വേരിയസ് കൈൻഡ് ഓഫ് ഡിസീസസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഇമ്മ്യൂണിറ്റി. ചൈൽഡ്ഹുഡ് പീരീഡിൽ കുട്ടികൾക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. As children are exposed to the environment and childhood is a period for continuous changes, they are likely to suffer from diseases. അതായത് കുട്ടികൾക്ക് പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും അല്ലേ ചൈൽഡ്ഹുഡ് പീരീഡിൽ. അതുകൊണ്ട് തന്നെ അവരെന്താണ് വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ട്. അത് അവരെന്താണ് എപ്പോഴും നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് നല്ലവണ്ണം സമ്പർക്കം പുലർത്തുന്നുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റ് ആണെങ്കിലോ എപ്പോഴും ചേഞ്ചസ് വരുന്നുണ്ട്. A wide variety of microorganisms like bacteria that exist in our environment, they are threat to human health. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മാണുക്കൾ ഉണ്ട്. ഈ സൂക്ഷ്മാണുക്കൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഭീഷണി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചാണ്. ഓക്കെ. കമ്മ്യൂണിക്കബിൾ ഓർ ഇൻഫെക്ഷൻ ഡിസീസസ് ഓർ കണ്ടെയ്ഞ്ചസ് ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം such as bacteria, viruses, parasites and fungi that can be spread directly or indirectly. നേരിട്ടോ അല്ലാതെയോ പടരുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ മൂലമാണ് നമുക്ക് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് ഉണ്ടാവുന്നത്. Contagious spread from one person to other through contact. The germs of this disease are very strong. They spread easily and severely. പകർച്ചവ്യാധികൾ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് പകരുന്നത് കോണ്ടാക്റ്റിലൂടെയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ പകരുന്ന രോഗാണുക്കൾ വളരെ സ്ട്രോങ് ആണ്. അവർക്ക് പെട്ടെന്ന് മറ്റുള്ള ബോഡിയിലേക്ക് പകരാനുള്ള ഒരു എബിലിറ്റിയും കൂടി ഉണ്ട്. The media of infection diseases are food, air, water and through contact. അതായത് ഇൻഫെക്ഷൻ ഡിസീസസ് ഉണ്ടാകുന്ന മീഡിയാസുകൾ വഴികൾ ഏതിലൂടെയൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ഫുഡ്, എയർ, വാട്ടർ, അതേപോലെ തന്നെ കോണ്ടാക്റ്റ്. ഇനി നമുക്ക് ഈ 4 വഴികൾ മീഡിയാസുകൾ എങ്ങനെയൊക്കെയാണ് ഈ മീഡിയാസ് വഴി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻ ഡിസീസസ് ഉണ്ടാകുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വഴിയാണ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഐറ്റംസ്. Each food infested the flies and other insects causes various diseases. Insects pass through exposed food and water and contaminate them, and we get diseases when we consume them. അതായത് ഈച്ച, ഇൻസെക്റ്റ്, അതേപോലെ ചെറു പ്രാണികൾ ഇവ എന്ത് ചെയ്യും? നമ്മുടെ തുറന്നു വെച്ച ഫുഡിലോ അല്ലെങ്കിൽ വാട്ടറിലോ ചെന്നിരിക്കും. അവയുടെ മേലെയുള്ള അണുക്കൾ എന്ത് ചെയ്യും? ആ ഒരു ഭക്ഷണ പദാർത്ഥത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇൻക്ലൂഡ് ആവും. അതുവഴി നമുക്ക് നമ്മൾ ആ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ അണുക്കൾ നമ്മളെ ബോഡിയിലേക്ക് പ്രവേശിക്കും. കോളറ, ടൈഫോയിഡ്, ജാൻഡീസ് എക്സെട്ര ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദിസ് വേ. ഈ ഒരു വഴിയിലൂടെ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, ജാൻഡീസ്. ഓക്കെ. ദെൻ സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മീഡിയാസ് ആണ് എയർ. ഇറ്റ് ഈസ് എ മെയിൻ മീഡിയ ഓഫ് ഇൻഫെക്ഷൻ ഡിസീസസ്. ഇൻഫെക്ഷൻ ഡിസീസസ് ഉണ്ടാകുന്ന മെയിൻ മീഡിയയാണ് എയർ. വെൻ എ പേഷ്യൻറ്റ് കഫ് ആൻഡ് സ്നീസസ് തൗസൻഡ് ഓഫ് ജേംസ് സ്പ്രെഡ് ഇൻ ദ എയർ. അതായത് ചുമ, തുമ്മൽ ഉള്ള ഒരു പേഷ്യൻ്റ് എന്ത് ചെയ്യും? നമ്മളെ എയറിൽ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് എന്ത് ചെയ്യും? ചുമക്കുക അല്ലെങ്കിൽ തുമ്മലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 കണക്കിന് ജേംസ് എന്ത് ചെയ്യും? നമ്മുടെ എയറിൽ സ്പ്രെഡ് ആകും. They are carried through air and get it into the body of the person having less immunity power. അപ്പോൾ ആ അണുക്കൾ എന്ത് ചെയ്യും? ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ഒരാളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? പ്രവേശിക്കും. കോൾഡ് കഫ്, ഇൻഫ്ലുവൻസ, മീസിൽസ്, ചിക്കൻ ബോക്സ്, ട്യൂബർക്ലോസിസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഓഫ് ഡിസീസസ് സ്പ്രെഡ് ത്രൂ എയർ. എയറിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വഴി കാരണം എന്തൊക്കെ രോഗങ്ങളാണ് നമുക്കുണ്ടാവുക? കോൾഡ് കഫ്, ഇൻഫ്ലുവൻസ, മീസിൽസ്, ചിക്കൻ ബോക്സ്, ട്യൂബർക്ലോസിസ് എക്സെട്ര. ഓക്കെ, ക്ലിയർ? ദെൻ തേർഡ് മീഡിയാസ് ആണ് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്. Besides flies, mosquitoes, insects, rats and other creatures like pet dogs, farm animals and even birds are responsible for carrying infections.
അതായത് ഈച്ച, പ്രാണികൾ, ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ, ഇതുവഴി നമുക്ക് എന്തുണ്ടാവാം, ഇൻഫെക്ഷൻ ഡിസീസസ് ഉണ്ടാകാം. അതേപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലുള്ള പെറ്റ് ഡോഗ്സ്, പെറ്റ് ക്യാറ്റ്, അതുപോലെ തന്നെയാണ് ഫാം അനിമൽസ്, ബേഡ്സ്, ഇവരൊക്കെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, അണുക്കൾ നമ്മളെ ബോഡിയിലേക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം. പ്ലാഗ്യൂ, ടെറ്റനസ്, റാബീസ്, മലേറിയ, ഡെങ്കി ഫീവർ, കോളറ, ടൈഫോയിഡ് ആർ ദ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദിസ് വേ. ഇതുവഴി നമുക്ക് ഏതൊക്കെ രോഗങ്ങളാണ് ഉണ്ടാവുക? പ്ലാഗ്യൂ, വിഷപ്പനി, ടെറ്റനസ്, റാബീസ്, എലിപ്പനി, മലേറിയ, ഡെങ്കിപ്പനി, കോളറ, ടൈഫോയിഡ്, ഈ രോഗങ്ങളൊക്കെ നമുക്ക് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, പകരാം. ദെൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന മീഡിയയാണ് കോണ്ടാക്ട്, സമ്പർക്കം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ആൾസോ ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടാക്റ്റിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, പകരാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് കോണ്ടാക്ട്. 2 തരത്തിൽ എന്തുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ്, അതായത് നേരിട്ട് ഉള്ള സമ്പർക്കം, അതേപോലെ തന്നെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. Direct contact means the disease is transmitted by touching an infected person. അതായത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ, അതായത് ആ രോഗമുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഡയറക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്പർക്കമാണ് എന്ത്, ഡയറക്റ്റ് കോണ്ടാക്റ്റ്. Indirect contact means with a sick person using any material such as a comb or towel that they have used. അതായത് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സിക്കായിട്ടുള്ള പേഴ്സൺ, അതായത് രോഗമുള്ള പേഴ്സൺ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, കോംബോ അല്ലെങ്കിൽ ടവൽ, ചീർപ്പ്, ടവൽ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വ്യക്തി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ് ചെയ്യുകയാണെങ്കിലും അതുവഴി അണുക്കൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കാം. ഇതാണ് എന്ത്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ്. Scabies, COVID-19, AIDS, chickenpox, diphtheria, tuberculosis, etc. are transmitted through this way. ഇതുവഴി നമുക്ക് ഏതൊക്കെ രോഗങ്ങളാണ് ഉണ്ടാകുക? സ്കാബീസ്, ചൊറിച്ചിൽ, COVID-19, എയ്ഡ്സ്, ചിക്കൻ പോക്സ്, ഡിഫ്തീരിയ, അതുപോലെ ട്യൂബർക്ലോസിസ്, ഈ രോഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വഴിയും കോണ്ടാക്റ്റ് വഴിയും നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാകുന്ന മീഡിയാസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഏതൊക്കെയായിരുന്നു? ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഐറ്റംസ്, എയർ, അനിമൽ ആൻഡ് അതർ ക്രീച്ചേഴ്സ്, കോണ്ടാക്റ്റ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.